നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിനെ പച്ചപിടിപ്പിക്കാൻ ഇന്നത്തെ നിലയിൽ യോഗ്യതയുള്ള ഒരാളാണ് മാത്യു കുഴൽനാടൻ, അതല്ലെങ്കിൽ മറ്റൊരാൾ കെ മുരളീധരൻ. കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ പകരക്കാരനായി കുഴൽനാടനെയോ കെ മുരളീധരനെയോ കണ്ടെത്താനുള്ള വിവരവും വിവേകവും കോൺഗ്രസിന്റെ തലപ്പത്തുള്ള ഒരാൾക്കുമില്ല. ഉരുളയ്ക്കുപ്പേരി മറുപടി കൊടുക്കാൻ കഴിവുള്ള കെ മുരളീധരനെ പരിഗണിക്കാൻ തലയിൽ വെളിച്ചമുള്ളവരും കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ലാതെ പോയി. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്ത ഒരു നിര നേരംപോക്കികളുടെയും സ്ഥാനമോഹികളുടെയും പേര് വിവരങ്ങളാണ് KPCCയുടെ അധ്യക്ഷ സ്ഥാന പദവിയിലേക്ക് വന്നിരിക്കുന്നത്. ജാതിയുടെ വീതം വെപ്പാണ് കേരളത്തിന്റെ കോൺഗ്രസ് ഒന്നാമത്തെ ശാപം. ഏത് സ്ഥാനം വന്നാലും ജാതി, ഉപജാതി തുടങ്ങി 100 ഘടകങ്ങളാണ് പരിഗണനയ്ക്ക് വരിക. കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള ചുമതലയാണ് കോൺഗ്രസ് പ്രസിഡന്റിനുള്ളത് എന്നിരിക്കെ ഇവിടെ എന്തിനാണ് ജാതിയെയും ദൈവത്തെയും പ്രതിഷ്ഠിക്കുന്നത്? അഴിമതിയുടെ ആൾരൂപങ്ങളെയല്ല, ആദർശത്തിന്റെ കൊടി പിടിക്കുന്നവരെ നേതൃപദവിയിൽ എത്തിച്ചാലേ കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ. കോൺഗ്രസ് രക്ഷപ്പെട്ടാലേ UDF പച്ചപിടിക്കുകയുള്ളൂ എന്നതും നേതാക്കൾ തിരിച്ചറിയണം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് 6 മാസം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ വീണ്ടും അധികാര കസേരയെ ചൊല്ലിയുള്ള അലമ്പിൻ തുടങ്ങുകയാണ്. KPCC അധ്യക്ഷ പദവിയിലേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. ആന്റണിയുടെ പേരും പരിഗണനയിലുണ്ട്. ജനങ്ങൾക്കിടയിൽ സമ്മതരും CPMനെ നിലയ്ക്ക് നിർത്തേണ്ടവരുമായ നേതാക്കളുടെ കുറവാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഗതികേടിന് പിന്നിൽ. KPCC പ്രസിഡന്റായി കെ സുധാകരൻ ചുമതലയേറ്റപ്പോൾ പാർട്ടി അണികൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രായോഗികതയിൽ സുധാകരൻ ഒരു വൻ പരാജയമായിരുന്നു എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വ്യക്തിതലത്തിൽ ധിക്കാരിയും അഹങ്കാരിയുമായി സുധാകരൻ നിലകൊണ്ടതല്ലാതെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സുധാകരന് കഴിഞ്ഞതുമില്ല. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖാമുഖം കണ്ടാൽ ചീത്ത വിളിക്കുകയും പോരുകുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയ കേരളത്തിലും അസമിലും നേതൃമാറ്റം അനിവാര്യമാണെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. മത സാമുദായിക ഗ്രൂപ്പ് സന്തുലനം പാലിച്ചാണ് എക്കാലവും സംസ്ഥാനത്ത് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാറുള്ളത്. കെ സുധാകരനെ പോലെ ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെയാണ് പുതിയ അധ്യക്ഷനെങ്കിൽ അടൂർ പ്രകാശിനാണ് സാധ്യത. അടൂർ പ്രകാശ് മെയ് മറന്ന് ജോലി ചെയ്യുന്നയാളോ സംഘാടകനോ ഒന്നുമല്ലെന്ന തിരിച്ചറിവ് അണികളിൽ ശക്തമാണ്. എന്നാൽ കേരള കോൺഗ്രസ് വിട്ടുപോയതോടെ UDFൽ ക്രിസ്ത്യൻ നേതാക്കൾ ഇല്ലാതായെന്ന പരാതി ഒഴിവാക്കാൻ ബെന്നി ബെഹനാനോ, റോജി M. ജോണിനോ, ആന്റണിയോ, സണ്ണി ജോസഫോ വരുന്നത് കേരളത്തിൽ കോൺഗ്രസിന് കാര്യമായ നേട്ടമൊന്നും നൽകാനിടയില്ല. KPCCയിൽ ഒത്തൊരുമയില്ലെന്നും അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള അധികാര വടംവലി ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലു ഹൈക്കമാൻഡിനെ നേരത്തെ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടും കനകോലു സമർപ്പിച്ചിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് 11 പേരുകളും കനകോലു നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേതൃതലത്തിൽ മാറ്റത്തിനുള്ള സാഹചര്യം തെളിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. വയനാട് അടക്കം 10 DCC അധ്യക്ഷന്മാരെയും മാറ്റാനാണ് നീക്കം. പുതിയ പേര് സംബന്ധിച്ച് സമവായം ഉണ്ടാക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപും പുനഃസംഘടനയെ ചൊല്ലി പാർട്ടിയിൽ തർക്കമുണ്ടാകുന്നത് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്.